ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടോ കാണിക്കുന്നത്. കറി പോലും വേണ്ട കേട്ടോ, ഇങ്ങനെ തന്നെ കഴിക്കാം. 1 കപ്പ് അരിപ്പൊടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അടി കട്ടിയുള്ളൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വറുക്കാത്ത അരിപ്പൊടിയാണ്. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ ഇതിലോട്ട് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കുകയാണ്. പച്ചവെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത്. കുറേശ്ശായിട്ട് ഒഴിച്ചിട്ട് കലക്കിയെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ തന്നെ കലക്കിയെടുക്കാം. അപ്പോൾ തന്നെ ഞാൻ 1 കപ്പ് അരിപ്പൊടിക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് കുറുക്കിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് കുറുക്കിയെടുക്കുന്നത്. പൊടി നന്നായിട്ട് തന്നെ ഒന്ന് വേവായിട്ട് വരണം. അപ്പോൾ അതുവരെ ഒന്ന് ഇളക്കി കുറുക്കി വേവിച്ചെടുക്കാം. ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് കുറുക്കിയെടുക്കരുത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ വെള്ളം വറ്റി വരും, മാവ് നന്നായിട്ട് വെന്ത് വരും ചെയ്യൂല. അപ്പോൾ അത് അതിലുള്ള വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. മാവ് നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറി വരട്ടെ. അപ്പം ഒന്നുകൂടി ഒന്ന് വെള്ളം ഒന്ന് വലിഞ്ഞ് കിട്ടും. ഇതുപോലെ ചട്ടിയിൽ നിന്ന് കിട്ടുന്നത് വരെ ഒന്ന് കുറുക്കിയെടുക്കണം. ഇനി മാവ് നന്നായിട്ട് ചൂടാറി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ റെഡിയാക്കാണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയോട് ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിവിടെ ഒരു 4-5 ചെറിയ ഉള്ളി, 1 ടീസ്പൂണ് ചെറിയ ജീരകവും, കുറച്ച് കറിവേപ്പിലയും, 1 പച്ചമുളകും, പിന്നെ 1 കപ്പ് ചെറിയ തേങ്ങയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നന്നായിട്ട് അരച്ചെടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. പിന്നെ വെള്ളം ഒഴിച്ചെടുക്കരുത്. അപ്പോൾ തേങ്ങ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വാട്ടിയെടുത്ത പൊടിയൊക്കെ നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട്. നന്നായിട്ട് പറഞ്ഞാൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ ചൂടാറിയിട്ടുണ്ട്. ചെറുതായിട്ടുള്ള ചൂടുണ്ട്. ഇനി നമുക്ക് ഈ അരച്ചെടുത്ത തേങ്ങൻ്റെ കൂട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് തന്നെ നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി രണ്ടും കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി പൊടി കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ചേർത്ത ചേരുവ ഒന്നിച്ച് ആക്കിയെടുത്താൽ മതി. കയ്യുമ്മ ഒട്ടിപ്പിടിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ എന്തെങ്കിലും കയ്യുമ്മ ആക്കിയിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ടുള്ള ഓരോ ഉരുളാക്കി എടുത്തിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മളിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു കവറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കാരണം ഇത് നന്നായിട്ട് തന്നെ ഒട്ടിപ്പിടിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലൊരു കവർ എടുക്കുകയാണ് നല്ലത്. എന്നിട്ട് കവറിൻ്റെ ഉൾഭാഗത്തായിട്ട് ഞാൻ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മളിത് പരത്തിയിട്ടൊന്ന് എടുക്കുന്ന സമയത്ത് അവിടെ ഒട്ടാതിരിക്കാനാണ്. ഇനി നമ്മൾ ഇതുപോലെ നമ്മൾ നൈസ് പത്തിരിയൊക്കെ ഉണ്ടാക്കുന്നത് അതിനേക്കാളും കുറച്ചും കൂടി വലുപ്പത്തിലുള്ള ഓരോ ബോൾസാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ചെടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് കവർ ഇതുപോലെ ഒന്ന് വെച്ചെടുത്തിട്ട് ഒരു പാത്രം കൊണ്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ കവറിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് മാറ്റാം. നമ്മൾ പത്തിരി പരത്തണ പോയി നൈസായിട്ട് പരത്തണ്ട കേട്ടോ, കുറച്ച് കട്ടി ഉണ്ടായിക്കോട്ടെ. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് എടുത്ത് മാറ്റാം. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ദോശക്കല്ല് ദോശച്ചട്ടി വെച്ചിട്ടുണ്ട്.
ഇതിന് മുകളിലായിട്ട് നമ്മൾ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ എണ്ണ ഒന്ന് ബ്രഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഇട്ടെടുക്കാം. അപ്പോൾ ഇത് പൊടിയൊക്കെ നന്നായി വെന്ത പൊടി തന്നെ ആയതുകൊണ്ട് തന്നെ രണ്ട് ഭാഗം ഒന്ന് മൊരിച്ചെടുത്താൽ മതി. ഇനി നമുക്കൊന്ന് മറിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇത് രണ്ട് ഭാഗം നന്നായിട്ട് തന്നെ മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇത് അരിപ്പൊടി വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. നമ്മൾ പൊരിച്ചത്തിലൊക്കെ കഴിക്കില്ല, അതേ ഒരു ഫ്ലേവറാട്ടോ. കറിയൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ വിഭവമായി വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.